ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓണത്തിനൊക്കെ പറ്റിയൊരു ലുക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ സിൽക്ക് ത്രെഡാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് ഇവിടുത്തെ സ്റ്റിച്ചിങ് മെറ്റീരിയലൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ ആമസോണിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര വലിയ ത്രെഡ് വാങ്ങിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ചെറിയ സ്ട്രിപ്പായിട്ട് നമ്മൾ ആങ്കർ ത്രെഡൊക്കെ വാങ്ങില്ലേ എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട്, ആ ഒരു ത്രെഡ് വാങ്ങിച്ചാലും മതിയാവും. അതുപോലത്തെ സ്ട്രിപ്പായിട്ടുള്ള ത്രെഡ് വാങ്ങിച്ചാലും മതിയാവും. സിൽക്ക് ത്രെഡ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ നമ്മൾ തുന്നാനൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ നീഡിലുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. എംബ്രോയ്ഡറി നീഡിലല്ല എടുത്തിരിക്കുന്നത്, സാധാരണ നീഡിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളതിനെ ഒരു 2 ലെയർ നൂലെടുത്തിട്ട് ഈ സൂചിയിൽ കോർത്തെടുക്കുക. അപ്പോൾ അത് നമുക്ക് 4 ലെയറായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളതിനെ ഒന്ന് ഇതുപോലെ കൈവച്ചിട്ട് സൂചിയിൽ കോർത്തതിന് ശേഷം ഒന്ന് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമല്ലോ, തുന്നിയെടുത്ത് വരുമ്പം നമ്മുടെ ആ ഒരു നമ്മുടെ ഡിസൈന് നമ്മൾ വിചാരിച്ച ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓരോ ത്രെഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കും. അപ്പോൾ അതൊരു ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി അതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തുമ്പിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. ഇപ്പം നമ്മളിവിടെ നൂലൊക്കെ പിരിച്ച് നമ്മുടെ നീഡിലിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ സെൻറ്ററിലേക്കൂടെ നമ്മൾ ഇങ്ങനെ നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുക. അപ്പം ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ ഇതുപോലെ നീഡിൽ കുത്തി മാറ്റി എടുത്തിട്ട് ഒരു 5 പ്രാവശ്യം ചുറ്റിയെടുക്കുക. പിന്നെ താഴേക്ക് കൊണ്ടുപോവുക. ഇതാണ് നമ്മുടെ ലോങ് ഫ്രഞ്ച് നോട്ട്. അതായത് ഒരു വലിയൊരു വരയുടെ തുമ്പത്ത് ഒരു ഫ്രഞ്ച് നോട്ട്. ഇതാണ് സംഭവം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ എന്തോ ഒരു ഭംഗിയില്ലായ്മ തോന്നി കേട്ടോ. ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫ്രഞ്ച് നോട്ട്സ് മാത്രം കൊടുത്തിട്ട് ലാസ്റ്റ് ലൈൻസ് കൊടുത്തു. അതേ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഫ്രഞ്ച് നോട്ട്സ് മാത്രം കൊടുത്തിട്ട് ആ ഒരു ലൈൻ കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചറവറാന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ചെയ്തെടുക്കുക. ഇവിടേക്ക് സെൻറ്റർ കൊണ്ടുവരണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ കുറച്ച് ഫ്രഞ്ച് നോട്ട്സാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാദ്യം ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ സിൽക്ക് ത്രെഡ് എടുക്കുന്നത് നമ്മുടെ ഓണത്തിന്, വിഷുവിന് അങ്ങനെയൊക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മെയിനായിട്ട് നമ്മുടെ കുട്ടികളുടെ പട്ടുപാവാടയുടെ സൈഡിൽ, അല്ലെങ്കിൽ നമ്മുടെ ധാവണിയുടെ ദുപ്പട്ട ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ, അല്ലെങ്കിൽ പാവാടയുടെ സൈഡിൽ, നമ്മുടെ സെറ്റ് സാരിയുടെ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിനൊന്ന് വർക്കൗട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ അറിയാൻ പാടാത്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിലെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കാം. അപ്പോൾ നിങ്ങളതിൽ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ആ ഫ്രഞ്ച് നോട്ട് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴേന്ന്, ഒട്ടും ഗ്യാപ്പ് വരാതെ തൊട്ട് താഴേന്ന് നമ്മൾ നീഡിൽ കുത്തി മേളിലേക്ക് എടുത്തിട്ട് നമ്മുടെ കോമൺ ആയിട്ടൊരു പോയിൻ്റ് ഇട്ടില്ലേ, ആ പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ എല്ലാ ഫ്രഞ്ച് നോട്ടിൻ്റെ താഴേന്ന് നമ്മളിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫൈനൽ ലുക്ക് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതിവിടെ ഫൈനൽ ലുക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പീകോക്ക് ഫെദർ പോലെയാണ് നമ്മുടെ ഈ ഡിസൈനായിട്ട് ഒന്ന് തോന്നിക്കണേന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.